നമ്മൾ ലേഖനത്തിന്റെ 9-ാം അധ്യായമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. അഞ്ചാമത്തെ മേഖലയിലാണ് നിൽക്കുന്നത്. അഞ്ചാമത്തെ പ്രധാന ശീർഷകമാണ് എന്താണ്? ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവിക നിർണയം എന്നതാണ്, ദൈവിക പദ്ധതി. അപ്പോൾ ഈ 9, 10, 11 അധ്യായങ്ങൾ പറയുവാൻ ഉണ്ടായ കാരണം നമ്മൾ പറയുകയുണ്ടായി. ഒന്നാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ പറഞ്ഞു വന്ന വിഷയം കേൾവിക്കാരുടെ അനുവാചകരുടെ ഹൃദയത്തിൽ എന്തുളവാക്കിയിട്ടുണ്ട്? ചോദ്യം ഉളവാക്കിയിട്ടുണ്ട്. എന്താണ് ചോദ്യം? ന്യായപ്രമാണം നീക്കിയെങ്കിൽ ഇസ്രായേലിന് എന്ത് സംഭവിക്കും? എന്ത് സംഭവിച്ചു? ഇസ്രായേലിന്റെ ഗതി എന്താണ്? ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ന്യായപ്രമാണം കൂടാതെ മലയാളത്തിന്റെ എന്താ പറയുന്നത്, പ്രമേയമാണ്. പ്രവൃത്തി കൂടാതെ 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 19-ാം വാക്യം, 19, 20, 21 വാക്യം. ന്യായപ്രമാണം കൂടാതെ വിശ്വാസത്താലുള്ള നീതീകരണം. ന്യായപ്രമാണം വേണ്ട. അവൻ ന്യായപ്രമാണത്തെ നിവർത്തിച്ചുകൊണ്ട് കേവലം വിശ്വാസത്താലുള്ള നീതീകരണം, രക്ഷ ഒരുക്കി. അങ്ങനെ ആ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്ന എല്ലാവർക്കും സമ്പൂർണമായ പാപമോചനവും നീതീകരണവും വിശുദ്ധീകരണവും ദൈവം നൽകുന്നു. അവർ എന്തിൽ നിന്ന് ഒഴിവുള്ളവരായി തീർന്നു? ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി തീർന്നു. ന്യായപ്രമാണത്തിൽ നിന്ന് അവര് സ്വതന്ത്രരായി എന്നല്ല നമ്മൾ വായിക്കുന്നത്. അങ്ങനെ സ്വതന്ത്രരായെങ്കിൽ ന്യായപ്രമാണത്തിന് ഇനി എന്തില്ല? പ്രസക്തിയില്ല. ന്യായപ്രമാണം അസാധുവാക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാർക്ക് കൊടുത്തതാണ്? ഇസ്രായേലിന് കൊടുത്ത. ഇസ്രായേൽ ജനതയുടെ അസ്തിത്വം തന്നെ ന്യായപ്രമാണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ന്യായപ്രമാണം ഇല്ലെങ്കിൽ പിന്നെ ഇസ്രായേലിന്റെ ഗതി എന്താവുമെന്നുള്ള ന്യായമായ ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ് 9, 10, 11. 9-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ പഴയ പ്രൗഢി അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭൂതകാലം എന്നതാണ് നമ്മൾ കൊടുത്ത ഉപശീർഷകം. 5-ാമത്തെ പ്രധാന ടിവിയുടെ ഉപശീർഷകം ഇസ്രായേലിന്റെ പഴയ പ്രൗഢി അല്ലെങ്കിൽ ഭൂതകാലം. ഇസ്രായേലിന്റെ ഭൂതകാലം. ഇവിടെ നമ്മൾ ചിന്തിച്ചത്, അപ്പോസ്തലൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നത് എല്ലാ ഇസ്രായേലും ആരല്ല? ഇസ്രായേലല്ല. ദൈവം വാഗ്ദത്തത്താൽ തിരഞ്ഞെടുത്തവരാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ ഇസ്രായേൽ. വംശാവലി പ്രകാരമാണ് സന്തതിയെങ്കിൽ എല്ലാവരും അബ്രാഹാമിന്റെ സന്തതികൾ എന്ന് വരുന്നില്ല. നമ്മൾ അവിടെ വായിച്ചു, 6 മുതൽ വായിക്കുന്നത്. എല്ലാവരും സന്തതികളാണെങ്കിൽ അബ്രാഹാമിൽ നിന്ന് ജനിച്ചവരൊക്കെ ആരാകണം? സന്തതികളാണ്. ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാവരും ഇസ്രായേലല്ല. പിന്നെ ആരാണ്? വാഗ്ദത്തപ്രകാരം ജനിച്ചവരാണെന്ത്? സന്തതികൾ. അപ്പൊ അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം, ഒരു ആത്മീയ ഇസ്രായേലുണ്ട്, ഒരു രാഷ്ട്രീയ ഇസ്രായേലുണ്ട്. There is a spiritual Israel and also a political Israel. അപ്പൊ ഒരു രാഷ്ട്രീയ ഇസ്രായേലുണ്ട്, ഒരു ആത്മീയ ഇസ്രായേലുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തം വൃഥാവായി പോയെന്ന് വെച്ചാൽ ഒരിക്കലില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇപ്പോഴും എന്തുകൊണ്ട്? ന്യായപ്രമാണത്തിനാണ് നീക്കാൻ വന്നിട്ടുള്ളൂ. വാഗ്ദത്തങ്ങൾ നീക്കിയിട്ടില്ല. അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ വാഗ്ദത്തപ്രകാരം ആ ആത്മീയ ഇസ്രായേലിനെ ദൈവം വേർതിരിച്ചിട്ടുണ്ട്. ഇനി
ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ നീതി, ന്യായം, ഒടുവിൽ ദൈവത്തിന്റെ കൃപ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഇങ്ങനെ ആവർത്തിക്കാൻ എളുപ്പമല്ല. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ വോയിസ് കേട്ട് നോട്ടുകൾ ദയവായിട്ട് എഴുതി പഠിച്ചാൽ മലയാളം നന്നായി പഠിക്കണം. ഇടയ്ക്ക് മിസ്സായെങ്കിലും മിസ്സായവരും ഇടയ്ക്ക് ഗ്യാപ്പ് വന്നവരൊക്കെ നിങ്ങളത് വോയിസ് കേട്ട്, ഞാൻ യൂട്യൂബിൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിലാണെങ്കിലും കേട്ട് നോട്ടൊക്കെ തയ്യാറാക്കി പഠിച്ചാൽ വളരെ നല്ലതാണ്. റോമാലേഖനം വൃത്തിയായിട്ട് പഠിച്ചാൽ മതി. അത്യാവശ്യം ഒരു ബേസ് ആവും. നമ്മളൊരു ഫൗണ്ടേഷൻ, വീടിന് ഒരു കെട്ടിടത്തിന് ഫൗണ്ടേഷൻ ഇടുന്ന പോലെയാണ് റോമാലേഖനം. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ, അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങളുടെ വിശദീകരണമാണ് റോമാലേഖനം. ഓക്കെ, അപ്പം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലിന്റെ നിരാകരണം എന്നതാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യം. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങളൊരു ആഴ്ചയിൽ ഒരു അരമണിക്കൂർ വെച്ച് തിരിച്ചാൽ മതിയാവും ഇത് പഠിക്കാനായിട്ട്. ഒരു അരമണിക്കൂർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ സാധാരണ പറയുന്നതാണ്. ബൈബിൾ ക്ലാസ്സുകളുള്ള സഭയിൽ ബൈബിൾ ക്ലാസ് നിരന്തരമായി പങ്കെടുക്കുന്ന സഹോദരന്മാര് ആ ബൈബിൾ ക്ലാസ്സിലെ വിഷയം എന്നും വായിക്കണം. എത്രയോ തവണ ആവർത്തിച്ച് ബൈബിൾ വായിച്ചിട്ടുള്ള ആളുകളുണ്ട്, ഒന്നും അറിയാത്തവർ. ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഒരു ദിവസം 2 അധ്യായം 3 അധ്യായം 4 അധ്യായം വായിക്കേണ്ട, ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിച്ചതിനുള്ള പരിശ്രമം വ്യർത്ഥമാണ്. ഒരു ആവശ്യമില്ല. ഒരു വാക്യം വായിച്ചാൽ നീ ഇത് പറഞ്ഞിട്ട് ഒരു വാക്യം പറഞ്ഞതിന്റെ സാധനം എന്താ? ഒരു വാക്യം നമുക്കത് എന്തർത്ഥത്തിലാണ്, ഏത് കോണ്ടക്സ്റ്റിലാണെന്ന് മനസ്സിലായെങ്കിൽ ഒരു വാക്യം മതി. അങ്ങനെ ജീവിതകാലം മുഴുവൻ പഠിക്കും, വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ കാര്യം ക്ലിയറാവും. ഒന്നും ക്ലിയർ ആകാതെ ഒത്തിരി അധികം വായിച്ചു കൂട്ടുന്നതിനേക്കാൾ നല്ലത്, ഞാൻ നേരത്തെ പറഞ്ഞത്, പഠിക്കുന്ന ഭാഗങ്ങൾ തന്നെ ആവർത്തിച്ച് നമ്മൾ വായിക്കുകയും അത് കേൾക്കുകയും നോട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആകാനായിട്ട് കഴിയും. നമുക്ക് ബോധ്യമാവും, ഒരു വ്യക്തത വരും കാര്യങ്ങളെ കുറിച്ചൊരു. നമുക്കിപ്പോ എല്ലാവരും പഠിപ്പിക്കുന്നവരാണെന്നല്ല, പ്രസംഗിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ പഠിക്കുന്നത്, അല്ല, നമുക്കൊരു വ്യക്തത വരും, ബോധ്യം വരും. നമ്മൾ എന്താ വിശ്വസിച്ച് പല സംശയങ്ങൾ വരുന്നതിനൊക്കെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട്, എതിർത്ത് നിൽക്കാനായിട്ട് നമുക്ക് തന്നെ സാധിക്കും. മാത്രമല്ല അത് നമ്മുടെ ഒരു എന്താ പറയുക, സ്വാധീന വലയത്തിലുള്ള ആളുകളെ നമുക്ക് ബോധ്യപ്പെടുത്താനും പറ്റും. എല്ലാവർക്കും സ്വാധീനം ഉള്ള കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ, അവരെ നമുക്കത് ബോധ്യപ്പെടുത്താനും വീട്ടിൽ ചർച്ച ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലിന്റെ നിരാകരണം എന്നതാണ്. ഇസ്രായേലിന്റെ നിരാകരണം 5-ാമത്തെ പ്രധാന ശീർഷകത്തിന്റെ 2-ാമത്തെ ഉപശീർഷകമാണ്, സബ് പോയിന്റാണ് ഇസ്രായേലിന്റെ നിരാകരണം. അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ പറയാം, ഇസ്രായേലിന്റെ വർത്തമാനകാലം. 9-ാം അധ്യായം ഇസ്രായേലിന്റെ ഭൂതകാലം, 10-ാം അധ്യായം ഇസ്രായേലിന്റെ വർത്തമാനകാലം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിരാകരണം. ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നിരാകരണം നമുക്ക് വായിക്കാം. അതിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് വിഭജിക്കുന്നത് നന്നായിരിക്കും. ഒന്ന്, നിരാകരണത്തിന്റെ കാരണങ്ങൾ. നിരാകരണത്തിന്റെ കാരണങ്ങൾ. നിരാകരണത്തിന്റെ കാരണങ്ങൾ 1 മുതൽ 13 വരെയുള്ള വാക്യം. 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ, നമുക്ക് 1-ാമത്തെ വാക്യം നോക്കാം. 10-ാം അധ്യായം 1-ാമത്തെ. സഹോദരന്മാരെ, അവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാദിയും പ്രവൃത്തികളുടെ ദൈവങ്ങളുടെ അവർ സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചി അവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള യാചനയുമാകും. അപ്പൊ പൗലോസ് ആഗ്രഹിക്കുന്നത് 9-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലും പൗലോസ് പറയുന്നത് അവരെ എന്റെ ആരാണ്? സഹോദരന്മാരാണ്. ജഡപ്രകാരം എന്റെ സഹോദരന്മാരാണ്.
അപ്പൊ അവർ രക്ഷിക്കപ്പെടണം. എന്റെ ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ സഹോദരന്മാരായ ഈ ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെടണം എന്നാണ് ഞാൻ ചെയ്യുന്നത്. അവർ നശിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, രക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ ഇസ്രായേലിന് അങ്ങനെ ഒരു ചിന്തയില്ല. പൊളിറ്റിക്കൽ ഇസ്രായേലിന് ഈ രക്ഷിക്കപ്പെടണം എന്നുള്ള, അല്ലെങ്കിൽ ദൈവം നസ്രായനായ യേശുവിൽ കൂടെ ഒരുക്കിയ രക്ഷ അവർ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ ആഗ്രഹിക്കുന്നുണ്ട് രക്ഷ. അതേതാണ്? നേരത്തെ പറഞ്ഞത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു റിഡംഷൻ അവർ ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വിമോചനം. ഒരു രാഷ്ട്രം എന്ന നിലയിൽ അവരിപ്പോൾ എന്തിന്റെ കീഴിലാണ്? റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലാണ്. കർത്താവ് ജനിക്കുമ്പോൾ അവർ റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നല്ലോ. ആദ്യം ബാബിലോണിയൻ സാമ്രാജ്യം, പിന്നെ മേദോ പെർഷ്യൻ സാമ്രാജ്യം, പിന്നെ ഗ്രീക്ക് സാമ്രാജ്യം, ഒടുവിൽ റോമൻ സാമ്രാജ്യം. അപ്പോൾ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് സാമ്രാജ്യങ്ങളുടെ കീഴിൽ ചവിട്ടി മെതിക്കപ്പെട്ട ഒരു രാഷ്ട്രം എന്ന നിലയിൽ അവർ ആഗ്രഹിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു വീണ്ടെടുപ്പാണ് അവർ ആഗ്രഹിക്കുന്നത്, രക്ഷയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവം ഒരുക്കിയ രക്ഷ ഈ ലോകത്തിലെ താൽക്കാലികമായ രക്ഷയല്ല, തന്റെ ജനത്തിന് വേണ്ടി എന്നേക്കുമായിട്ടുള്ള ആത്മാവിന്റെ രക്ഷ, ഒരു വീണ്ടെടുപ്പാണ് തന്റെ പുത്രനിൽ കൂടെ ഒരുക്കിയത്. അതവർക്ക് വേണ്ട. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. അപ്പൊ സ്വന്തത്തിലേക്ക് വന്നപ്പോൾ സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. കാരണം അവർക്ക് മനസ്സിലായി, ഇവരെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വിമോചനം നൽകാനായിട്ട് കഴിയില്ല. കണ്ട കുരിശിൽ മരിച്ചവനെ എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കാൻ കഴിയുക? അതുകൊണ്ടാണ് അവർ തള്ളിക്കളഞ്ഞത്. അപ്പൊ നമ്മൾ ചോദിക്കും, ഒത്തിരി ആളുകൾ ആദ്യം വിശ്വസിച്ചവരൊക്കെ ആരാ? യഹൂദന്മാരല്ലേ, ഇസ്രായേലിലല്ലേ എന്ന് വെച്ചാൽ അതാ നമ്മൾ പറഞ്ഞേ. അത് വാഗ്ദത്തത്തിൽ വിശ്വസിച്ചവരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരെന്ത് ചെയ്തു? ആ ശേഷിപ്പ് സ്വീകരിച്ചു. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ അവരാണ് ഇസ്രായേൽ നേഷൻ, രാഷ്ട്രം എന്ന നിലയിലുള്ള ഇസ്രായേൽ. അവര് ഇത് നിരാകരിച്ചു, അവർക്ക് അത് വേണ്ട. ഒരു രാഷ്ട്രം എന്ന നിലയിൽ അവർ നസ്രായനായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവർ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതാവേണ്ടി വായിക്കാം. അപ്പോൾ നിരാകരണത്തിന്റെ ഒന്നാമത്തെ കാരണം തങ്ങൾക്ക് രക്ഷ ആവശ്യമുണ്ട് എന്ന് അവർക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. തങ്ങൾക്ക് രക്ഷ ആവശ്യമില്ല എന്ന തോന്നലാണ്, ചിന്താഗതിയാണ് ദൈവം അവരെ നിരാകരിക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയും. ഓക്കെ, രണ്ടാം വാക്യം. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അത്രയും മതി, 2-3 വാക്യങ്ങൾ മതി. അവര് ദൈവിക കാര്യങ്ങളിൽ എങ്ങനെയുള്ളവരാണ്? എരിവുള്ളവരാണ്, ഉത്സാഹികളാണ്. നമ്മുടെ ഭാഷ പറഞ്ഞ ഭയങ്കര ആക്റ്റീവാണ്. ദൈവിക കാര്യങ്ങളിൽ എരിവുള്ളവരും ഉത്സാഹികളുമാണ് ആര്? ഇസ്രായേൽ ജനത. അവരുടെ പിന്മാറ്റ കാലഘട്ടത്തിൽ പോലും അവർ അങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ എന്തില്ല അവർക്ക്? അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർക്ക് എന്തില്ല? പരിജ്ഞാനമില്ല. അവർക്ക് എന്തുണ്ട്? എരിവുണ്ട്, ഉത്സാഹമുണ്ട്, എരിവുണ്ട്. എന്തില്ല? പരിജ്ഞാനമില്ലാത്ത എരിവ് വളരെ ദോഷം ചെയ്യും. നമ്മളത് അനേക ആളുകളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സുവിശേഷം പറയാനൊക്കെ പോകുമ്പോഴും അല്ലാതെയും പലപ്പോഴും എരിവ് കൂടിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എത്ര ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടെന്നറിയാം. വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കൂടെ പോകുന്ന ആൾക്ക് എരിവ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം തല്ല് മേടിക്കും. സുവിശേഷം നിമിത്തം തല്ല് കിട്ടുന്നതിൽ നമ്മൾ 100 കൈയിലേക്ക് സ്വീകരിക്കും. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞത് ഈ എരിവ് കൂടിയിട്ട് അനനുഭവം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടു പോവാം.
അപ്പൊ ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മളത് കാണുന്നുണ്ട്. കർത്താവ് വന്നപ്പോൾ അവരെല്ലാ കാര്യങ്ങളും ഭയങ്കര അടുക്കും ചിട്ടയുള്ളവരായ സദൂക്യരും പരീശന്മാരും എരിവുകാരും ഒക്കെ ന്യായപ്രമാണത്തിന് വേണ്ടി കർത്താവുമായിട്ട് വാദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് തന്നെ 23-ാം അധ്യായത്തിൽ അവരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ചതകുപ്പ, ജീരകം മുതലായവയിൽ പദാരം കൊടുക്കുകയും ന്യായപ്രമാണത്തിൽ ജനമേറിയ കരുണ, വിശ്വസ്തത, കരുണ, ദയ എന്നിവയെ ത്യജിക്കുകയും ചെയ്യുന്നു. അപ്പൊ കർത്താവ് അവരെ നമ്മുടെ ഈ 23-ാം അധ്യായത്തിൽ കർത്താവ് ഇസ്രായേലിനെ പ്രത്യേകിച്ച് പരീശന്മാരെ, ശാസ്ത്രിമാരെയൊക്കെ ശാസിക്കുമ്പോൾ, അവരെ വിധിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ആ കാലഘട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുകളായിരുന്നു അവരെന്നല്ല അതിന്റെ അർത്ഥം. ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ആളുകളായിരുന്നു ആര്? പരീശന്മാരും ശാസ്ത്രിമാരും. അതുകൊണ്ടാണ് മത്തായി 5 കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ നീതി ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ. അപ്പൊ അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന, അവരുടെ ദാനം, അവരുടെ ന്യായപ്രമാണ അനുഷ്ഠാനം, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയുള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ തങ്ങൾക്ക് ലഭിച്ച പ്രമാണങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ, ശ്രദ്ധിക്കണേ, അനുഷ്ഠാനത്തിന് അവരെന്തായിരുന്നു? പക്കേ എല്ലാം കൃത്യമായിട്ട്. പക്ഷേ എന്തിനാണ് ഈ അനുഷ്ഠാനങ്ങൾ ദൈവം അവർക്ക് കൊടുത്തത് എന്ന പരിജ്ഞാനം അവർക്ക് ഇല്ലായിരുന്നു. എന്തിനാണ് 5 വിധ യാഗങ്ങൾ കൊടുത്തത്? എന്തിനാണ് 7 വിധ പെരുന്നാളുകൾ കൊടുത്തത്? എന്തിനാണ് ശബത്ത് കൊടുത്തത്? എന്തിനാണ് നോമ്പുകൾ കൊടുത്തത്? എന്തിനാണ് ഈ പറയുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ദൈവം അവർക്ക് കൊടുത്തത് എന്നുള്ള അതിന്റെ മർമ്മം, കാതലായ കാര്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് ദൈവികമായ പ്രമാണങ്ങളെ കൃത്യമായ ദൈവിക കാര്യങ്ങൾ ഉത്സാഹികളായിരുന്നുവെങ്കിലും അതിന്റെ മർമ്മം അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ദൈവം അവിടെ നിരാകരിച്ചതിന്റെ രണ്ടാമത്തെ കാരണമാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതി എങ്ങനെ കിട്ടുന്നത്? അല്ല, ഇസ്രായേലിന് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി ദൈവത്തിന്റെ നീതി എങ്ങനെയാണ് ഒരുക്കിയത്? കൃപയാൽ. അതിന് ആ കൃപ എവിടെയായിരുന്നു ദൈവം എക്സിക്യൂട്ട് ചെയ്തത്? എവിടെയാ? പുത്രനെ ക്രൂശിൽ ബലിയർപ്പിച്ചാണ് ദൈവം കൃപയെ പ്രദർശിപ്പിച്ചത്. അത് പ്രാവർത്തികമാക്കിയത്, മനുഷ്യന് വേണ്ടി ഒരുക്കിയത്. അപ്പോ അവർ സ്വന്തം നീതി സ്ഥാപിക്കാൻ ശ്രമിച്ചത് കൊണ്ട് ദൈവത്തിന്റെ നീതി എന്ത് ചെയ്തില്ല? സ്വീകരിച്ചില്ല. അത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് വേണ്ട, ഞങ്ങള് എങ്ങനെ നീതി പ്രാപിച്ചോളാം? യാഗം അർപ്പിച്ചും വഴിപാട് അർപ്പിച്ചും നോമ്പ് അനുഷ്ഠിച്ചും ശബത്ത് ആചരിച്ചൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തോളാം? ഒരിക്കൽ കർത്താവ് ശിഷ്യന്മാരുമായ ശബത്തിൽ വിളഭൂമിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ കതിർ പറിച്ച് തിരുമ്മി കഴിച്ചു. അപ്പോൾ ഈ പരീശന്മാര് വന്ന് ന്യായപ്രമാണ വാദികളായ ആളുകൾ വന്ന് അത് കർത്താവിനെ ചോദ്യം ചെയ്തു. നിന്റെ ശിഷ്യന്മാർ ശബത്ത് ലംഘിക്കുന്നു. കർത്താവ് എന്ന് പറഞ്ഞു. കർത്താവ് എന്ന് പറഞ്ഞു അറിയാമോ? മനുഷ്യപുത്രൻ, വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞത് കാതലായ കാര്യമാണ് ഞാൻ പറയുന്നത്. മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അതാണ്, എടാ ഈ ശബത്ത് ഉണ്ടാക്കിയത് ഞാനാണ് ശബത്ത് നിങ്ങൾക്ക് തന്നത് എന്നാണ് പറഞ്ഞത്. പറഞ്ഞു വിട്ടുപോകും. അവര് കർത്താവിനെ കല്ലെറിയാനും കർത്താവിനെ ക്രൂശിക്കാനും ഒക്കെയുള്ള കാരണം, കല്ലെറിയാൻ പലവട്ടം നോക്കി, കൊല്ലുവാൻ പലവട്ടം ശ്രമിച്ചു. ക്രൂശിക്കാനുള്ള കാരണങ്ങളിൽ ഒരു കാരണമാണിത്. എന്ത്? ഞാൻ ശബത്തിന്റെ
കർത്താവാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉടമസ്ഥനാണ്. അത് നിങ്ങൾക്ക് തന്നത് ഞാനാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ ഒക്കെ നിറവാണ്, അതിന്റെ പൊരുളാണ് ആര്? കർത്താവ്. അതവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് വേണ്ട, ഞങ്ങൾ ചെയ്യാന്ന്. ഞങ്ങൾ 6 ദിവസം പണിയെടുത്തിട്ട് 7-ാം ദിവസം ഞങ്ങൾ എന്ത് ചെയ്തോളാം? ശബത്ത് ആചരിച്ച് ആ നീതി മതി ഞങ്ങൾക്ക്. അപ്പോൾ അവർ സ്വന്തം നീതി സ്ഥാപിക്കാനായിട്ട് എന്ത് ചെയ്തു? ദൈവത്തിന്റെ നീതി അവഗണിച്ചു, അതിനെ അന്വേഷിച്ചില്ല. അതാണ് ഈ 9-ാം അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. നീതിയെ പിന്തുടരാൻ 30 പോലുള്ള വാക്യങ്ങൾ. നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ, നീതിയെ പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? അവർ വിശ്വാസത്താലല്ല, പ്രവൃത്തിയാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ ഇടർച്ചക്കലിന്മേൽ തട്ടി ഇടുന്നു. അതാണ് കുഴപ്പം. അവര് വരുന്നത് വേണ്ട, ഞങ്ങൾ ആചരിക്കാം. കാരണം ഈ പ്രമാണം ഞങ്ങൾക്കാ കിട്ടിയിരിക്കുന്നത്. ജാതികൾക്ക് കൊടുക്കാതെ ഞങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് തന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങളിത് അനുഷ്ഠിക്കും. ആ എരിവ് തെറ്റായ കാര്യത്തിലായിരിക്കും. പരിജ്ഞാനപ്രകാരമല്ലാത്ത എരിവായതുകൊണ്ടാണ് ദൈവം അവരെ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ നിരാകരിക്കാനായിട്ടുള്ള 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം, അവർ ന്യായപ്രമാണത്തെ തെറ്റിദ്ധരിച്ചു. 4 മുതൽ 13 വരെയുള്ള വാക്യം. 4 മുതൽ 13 വരെയുള്ള വാക്യം. 4-ാം വാക്യം നമുക്ക് വായിക്കാം. മതി, ബാക്കി വാക്യങ്ങൾ നമുക്ക് ആവശ്യപരമായി. ഇതിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞു നടത്തുന്നുണ്ട്. 4-ാം വാക്യം, വിശ്വസിക്കുന്ന ഏവരും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനം. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയും? എന്ത് മനസ്സിലായി? വിശ്വസിക്കുന്നവർക്ക് നീതി ലഭിക്കേണ്ടതിന് ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനം ആകും. ന്യായപ്രമാണത്തിന് സമാപ്തി കുറിച്ചു. ന്യായപ്രമാണത്തിന് ക്രിസ്തു എന്ത് ചെയ്തു? ഫുൾ സ്റ്റോപ്പ് ഇട്ടു. എങ്ങനെ? മോനജന പറഞ്ഞു അല്ലെ, അതിനെന്ത് ചെയ്തു? നിവർത്തിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് ചോദ്യമൊന്നുമില്ല. ഞാൻ ആ വാക്ക് പറഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞില്ലല്ലോ. ന്യായപ്രമാണത്തെ അസാധുവാക്കി. ഞാൻ പറഞ്ഞില്ലേ, ന്യായപ്രമാണത്തെ അസാധുവാക്കി. ന്യായപ്രമാണം കൊണ്ടല്ലേ നമുക്ക് നടക്കുന്നത്. ഇപ്പൊ ചില വേദഭാഗങ്ങൾ ന്യായപ്രമാണം എന്ന് പറയുന്നത് പഴയ നിയമത്തെ മുഴുവനായും, ചില ഭാഗങ്ങളിൽ ഈ പറഞ്ഞ ഭാഗത്ത് പറയുന്ന ന്യായപ്രമാണം എന്ന് പറയുന്നത് എന്തായിരിക്കാം? ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? ന്യായപ്രമാണത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ, അനുഷ്ഠാനപരമായ ന്യായപ്രമാണത്തിന് ക്രിസ്തു എന്ത് ചെയ്തു? സമാപ്തി കുറിച്ചു. കാരണം ക്രിസ്തുവിന് ആ അനുഷ്ഠാനങ്ങൾ എന്ത് ചെയ്തു? നിവർത്തിച്ചു, പൂർത്തീകരിച്ചു. അതാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞത്. ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, പിന്നെ നിവർത്തിപ്പാൻ. ന്യായപ്രമാണം അവിടെ ഉണ്ട്, പക്ഷെ അതിനെന്ത് ചെയ്തു? നിവർത്തിച്ചു. നിവർത്തിച്ചതുകൊണ്ട് ഇനി അത് ആവർത്തിക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല. അത് ആചരിക്കേണ്ട ആവശ്യം ഒരു യഹൂദനുമില്ല, യവനനുമില്ല. എബ്രായലേഖനം 10-ാം അധ്യായം എന്റെ 9 പോലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ 2-ാമത്തേതിനെ സ്ഥാപിപ്പാൻ. മകളെ എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ 1 മുതൽ വായിച്ച് പഠിക്കേണ്ടതാണ്. എബ്രായലേഖനം അതിന്റെ 9-10 വാക്യങ്ങൾ ഇതുമായി ബന്ധിപ്പിച്ച് പറയും. ഇതാ ഞാൻ പറഞ്ഞുകൊണ്ട് 2-ാമത്തേതിനെ സ്ഥാപിപ്പാൻ നീക്കിക്കളഞ്ഞു. അവ 2-ാമത്തെ ഏതാ? 2-ാമത്തെ ഏതാ? പുതിയ നിയമം. പുതിയ നിയമം. പുതിയ നിയമം എന്ന് പറയുന്നത് നമ്മുടെ പുസ്തകമല്ല, പുതിയ നിയമം, ന്യൂ ടെസ്റ്റമെന്റ്, പുതിയ
ഉടമ്പടി. അത് ഈ റോമാലേഖനം തന്നെ 9-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഉടമ്പടിയും രക്തം കൂടാതെ സ്ഥാപിച്ചതല്ല. ഒന്നാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ പഴയ നിയമം എങ്ങനെ സ്ഥാപിച്ച് പുസ്തകത്തിൽ എഴുതി അത് ജനത്തെ എന്ത് ചെയ്തു? പുറപ്പാട് 24-ാം അധ്യായത്തിൽ അത് ജനത്തെ വായിച്ചു കേൾപ്പിച്ചു മോശ. അപ്പോ ജനം എന്ത് പറഞ്ഞു? ഞങ്ങൾ ഇതെല്ലാം അനുസരിച്ച് നടക്കാം, ജീവിക്കാം എന്ന് പറഞ്ഞപ്പോൾ മോശ എന്ത് ചെയ്തു? ഈ സോപ്പ് കണ്ട് വെള്ളവും രക്തവുമായിട്ട് എടുത്ത് അതിന്മേൽ മുക്കി ജനത്തിന്മേലും പുസ്തകത്തിന്മേലും തളിച്ചുകൊണ്ട് ആ ഉടമ്പടിയോടെ ബൈൻഡ് ചെയ്തു, അവിടെ സ്ഥാപിച്ചു. അതാണ് ഒന്നാമത്തെ ഉടമ്പടി. അപ്പൊ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ എന്ത് ചെയ്തു? നെറ്റി. രണ്ടാമത്തെ എങ്ങനെ സ്ഥാപിച്ചത്? യേശുവിന്റെ രക്തത്താൽ. കർത്താവ് പറഞ്ഞു, മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് പറഞ്ഞു കർത്തൃമേശാചരണത്തിന്റെ പ്രമാണം കൊടുക്കാനൊക്കെ കർത്താവ് പറഞ്ഞു, പാനപാത്രം എടുത്തിട്ട് പറഞ്ഞു, ഇത് പറഞ്ഞു അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തം കൊണ്ടുള്ള പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. പെസഹ ആചരിക്കുമ്പോൾ ആരെ ഓർക്കുന്നത്? ഇസ്രായേൽ ജനത പെസഹ ആചരിക്കുമ്പോൾ എവിടത്തെ ഓർമ്മ ആചരിക്കുന്നത്? ഇസ്രായേലിൽ നിന്നുള്ള വിടുതലിനെ ഓർക്കുന്നത്. എന്നാൽ ദൈവമക്കൾ കർത്തൃമേശ ആചരിക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ഇനി എന്ത് വേണ്ട അങ്ങനെയാണെങ്കിൽ ആ അത്താഴം എന്ന് പറയുന്ന ഈ പെസഹ അത്താഴം കഴിക്കുന്ന പരിപാടി ഇനി വേണ്ട. അതാണ് പറഞ്ഞതിന്റെ സാരം. പെസഹയുമായി ബന്ധപ്പെട്ട ഇന്നും അനേകർ എന്ത് ചെയ്യാം? പെസഹ അപ്പവും പിന്നെ അപ്പവും പാലും അതൊക്കെ ഉണ്ടല്ലേ? അതൊക്കെ ഉണ്ടാക്കി കഴിക്കുക, നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈ പെസഹയുമായിട്ട് ഒന്ന് വരുന്നത് 5-ാം അധ്യായത്തിന്റെ 6 മുതൽ വായിക്കുമ്പോ എന്താ വായിക്കുന്നത്? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാണ്. എഴുതി വെച്ചോട്ടോ, എഴുതി വെച്ചിട്ട് പിന്നെ വായിച്ചാലും ഞാൻ പറയാം. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവി. നമ്മുടെ അതിന് ഒരു വ്യംഗ്യമുണ്ട്, അതിന്റെ അടിയിലെ വരയ്ക്കുന്നത് നമ്മുടെ പെസഹ അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ എന്ന് പറഞ്ഞ് ഇനി എല്ലാ വർഷവും 1-ാം മാസം 14-ാം തീയതി വേറെ ഒരു ആടിനെ എന്ത് ചെയ്യണ്ട? അറുക്കണ്ട. അതിനെ നിവർത്തിച്ചു. ആര്? പെസഹ പൂർണ്ണമാക്കി. ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാൾ പൂർണ്ണമാക്കി. അത് പൊരുന്നലേറ്റിൽ തന്നെയുണ്ട്. 15-ാം അധ്യായത്തിൽ വരുമ്പോൾ 20-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കും. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിലയിലത്ര ആദ്യ ഫലം അവിടെ വരയ്ക്കണം. ആദ്യ ഫലം ക്രിസ്തു. ഒന്ന് പറഞ്ഞത് 1 വരുന്നത് 15-ാം അധ്യായം എഴുതണമെന്നല്ല, നമ്മുടെ വോയിസിലും ഇതിനകത്തൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇരുന്ന് അതെല്ലാം വായിച്ചും നോട്ടൊക്കെ കുറിച്ച് നന്നായി പഠിക്കണം. അപ്പൊ നിവർത്തിയായി എല്ലാം അതാണ് പറഞ്ഞത്. എന്താ? സകലവും നിവർത്തിയായി. സകലം എന്നുള്ള വാക്യം നിവർത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. നിവർത്തിയായി, തെറ്റലസ്റ്റായി, നിവർത്തിയായി. എന്ത് നിവർത്തിയായി? ന്യായപ്രമാണം. വിശ്വസിക്കുന്നവർക്ക് നീതി ലഭിക്കാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ക്രൂശിൽ അവസാനം കുറിച്ചു. അതാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കി എന്നതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ വൈരുദ്ധ്യമാണോ? കർത്താവ് പറഞ്ഞു, എബ്രായ ലേഖനക്കാരൻ പറയുന്നു വൈരുദ്ധ്യമാണോ? കർത്താവ് പറയുന്നത് ഞാൻ പ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിക്കാൻ. അപ്പൊ ഇവിടെ നീക്കി എന്ന് പറയുന്നത് എന്താ? നിവർത്തിച്ച കാര്യങ്ങൾ. ക്രിസ്തു അനുഷ്ഠാനപരമായ നീതീകരണത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി എന്ന രീതിയിൽ ന്യായപ്രമാണത്തിൽ അനുഷ്ഠിച്ചു വന്ന അനുഷ്ഠാനങ്ങളെ നിവർത്തിച്ച് അതിനെ നീക്കി.
അതിന് മാറ്റം വരും, നീക്കം വരും. അതുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾക്ക് എന്തുണ്ടു? സമാപ്തി ലഭിച്ചു. ഇനി എന്തിനാലാണ് നീതീകരണം? അത് റോമാലേഖനം 10:4 വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. നമ്മൾ കോണ്ടെക്സ്റ്റൽ ആയിട്ട് പഠിക്കുമ്പോൾ ആ വാക്യം പ്രധാനപ്പെട്ടതാണ്. വിശ്വസിക്കുന്നവർക്ക് നീതി ലഭിക്കേണ്ടത് ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനം. ഈ അവസാനം എന്ന് പറയുന്നത് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് നീതി പ്രാപിക്കാൻ, പാപമോചനം പ്രാപിക്കാൻ, സ്വർഗരാജ്യത്തിൽ പോകാനായിട്ട് ശ്രമിക്കുന്ന എല്ലാ മതവിഭാഗങ്ങൾക്കും, പ്രത്യേകിച്ച് ക്രൈസ്തവ മതവിഭാഗങ്ങളുടെ നെറ്റിയിലുള്ള ആണിതറയ്ക്കലാണ് വാക്യം. റോമാലേഖനം മുഴുവൻ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ആ വാക്യം എന്ത് വേണ്ട? അനുഷ്ഠാനം വേണ്ട. യഹൂദനത് തെറ്റുപിടിച്ചു. യഹൂദൻ വിചാരിച്ചു ന്യായപ്രമാണമാണ് ഞങ്ങളെ രക്ഷിക്കുന്നത്. അല്ല, ന്യായപ്രമാണം ചൂണ്ടിക്കാണിക്കുന്ന ക്രിസ്തുവാണ് നിന്നെ രക്ഷിക്കുന്നത്. ന്യായപ്രമാണമല്ല. നമ്മളത് ചിന്തിച്ച വാക്യങ്ങളാണ്. ഗലാത്യന്റെ 3-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ. ന്യായപ്രമാണം രക്ഷകന്റെ അടുക്കിലേക്ക് നയിക്കുവാൻ നമുക്ക് അവിടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് നമ്മെ രക്ഷകന്റെ അടുക്കിലേക്ക് നയിക്കുവാൻ ന്യായപ്രമാണം നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ന്യായപ്രമാണം ആരല്ല? രക്ഷകനല്ല. രക്ഷകന്റെ അടുക്കിലേക്ക് നടത്തുന്ന ഒരു ട്യൂഷൻ മാസ്റ്റർ മാത്രമാണ് ന്യായപ്രമാണം. അപ്പൊ അവരെ നിരാകരിക്കാനുള്ള കാരണം ഇതാണ്. ഇവരുടെ തെറ്റിദ്ധാരണയും തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എരിവും വാദവും ഒക്കെയാണ് അവരെ നിരാകരിക്കാനായിട്ടുള്ള കാരണം. മുന്നോട്ട് നമുക്ക് വായിക്കാം. 5 മുതൽ ദൈവപ്രശ്നം 18-ാം വാക്യം ഉദ്ധരിച്ചിരിക്കുക. ന്യായപ്രമാണം എന്താ പറയുന്നത്? അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. വിശ്വാസം മാത്രം പോരാ, വിശ്വാസവും വേണം. ചെയ്താൽ മാത്രം പോരാട്ടോ. അത് അവിടുത്തെ ഒരു പോയിന്റ് മനസ്സിലാക്കണം. ന്യായപ്രമാണത്തിലുള്ള കാര്യങ്ങൾ അനുഷ്ഠിച്ചാൽ മാത്രം മതിയോ? പോരല്ലോ. എന്ത് ചെയ്യണം? നന്നായിട്ട് വിശ്വസിക്കുകയും നല്ല പശ്ചാത്താപം ഉണ്ടാവുകയും വേണം. 25,000 ആടുമായിട്ട് മുട്ടനാടുമായിട്ട് ചെല്ലുക പാപപരിഹാരത്തിന്. ഉള്ളിൽ പശ്ചാത്താപം ഇല്ലെങ്കിൽ പാപം പരിഹരിക്കപ്പെടും. പശ്ചാത്താപത്താൽ ഏറ്റുപറച്ചില്ലാണ്ടും ദൈവത്തിന്റെ കൃപയിലുള്ള ആശ്രയത്താലുമാണ് എന്ത് നടക്കുന്നത്? അവിടെ ശുദ്ധീകരണം നടക്കുന്നത്. അല്ലാതെ അവിടെ എബ്രായലേഖനം 10:4 വായിക്കുന്നുണ്ട്. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാവിന്റെയും രക്തത്തിന് മനുഷ്യന്റെ പാപങ്ങളെ അകറ്റാൻ ഒരു നാളും കഴിയുന്നതല്ല എന്നാണ്. അപ്പൊ അവിടെ വിശ്വാസം വേണം. എന്നാൽ വിശ്വാസം മാത്രം മതിയോ? പോരാ. എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ഈ വാക്ക് ഗലാത്യലേഖനം 3:11 ഉദ്ധരിച്ചിട്ടുണ്ട്. ഓക്കെ, താഴേക്ക് എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു: ക്രിസ്തുവിനെ ഇറക്കണം എന്ന് വിചാരിച്ച് ആ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ. അപ്പൊ ക്രിസ്തുവിനൂടെയാണ് എന്തുള്ളത്? രക്ഷയുള്ളതെന്ന് ആർക്കറിയാം? ഇസ്രായേലിനറിയാം. അപ്പൊ ക്രിസ്തുവിനെ ആര് കൊണ്ടുവരും? ആരിറക്കും? ക്രിസ്തുവിനെ ആര് കേൾപ്പിക്കും? ഇതൊന്നും നീ പറയണ്ട, നീ ചിന്തിക്കണ്ട. അത് ഓൾറെഡി എന്ത് ചെയ്തിരിക്കുന്നു? സംഭവിച്ചിരിക്കുന്നു. വചനം ഇപ്പൊ എവിടെയുണ്ട്? നിന്റെ വായിലും നിന്റെ സമീപത്തുമുണ്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിന്റെ സമീപത്ത് വന്നിരിക്കുന്നു. ആരായിട്ട്? യേശുവായിട്ട്. അതാണ് പറഞ്ഞു വരുന്ന സാധനം. അതാണ് നമ്മൾ രക്ഷയുമായി ബന്ധപ്പെട്ട് പറയുന്ന വാക്യം. 9-ാം വാക്യം എന്താണ്? യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ. അപ്പൊ ഇവിടുത്തെ നീ ആരാണ്? യഹൂദൻ
യഹൂദനോടാ പറയുന്നത്, നീ എന്ത് ചെയ്യണ്ട, ന്യായപ്രമാണം അനുഷ്ഠിക്കണ്ട, നീ ക്രിസ്തുവിനെ ഇറക്കാനുള്ള പരിശ്രമം പോലെ ഈ ആചാരാനുഷ്ഠാനങ്ങൾ, അതികഠിനമായ ആചാരാനുഷ്ഠാനങ്ങൾ മുഴുകണ്ട. നിനക്ക് രക്ഷകനായ വചനം, ആ വചനമാണല്ലോ എന്തായി തീർന്നത്. വചനം നിന്റെ വായിലും നിന്റെ സമീപത്തും ഉണ്ടെന്ന് പറയുന്നത് വചനം ജഡമായി തീർന്ന യേശുവിന്റെ അടുക്കലുണ്ട്. ഈ യേശുവിനെ ആരെ സ്വീകരിക്കണം? കർത്താവായിട്ട്, ലോർഡായിട്ട്. യഹൂദന്റെ പ്രശ്നം എന്താ? അംഗീകരിക്കുന്നില്ല. യേശുവിനെ അംഗീകരിക്കുന്നുണ്ട്, നസ്രായനായ യേശു, ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ നസ്രായനായ യേശുവിനെ ആരായിട്ട് അംഗീകരിക്കുന്നില്ല? കർത്താവും ക്രിസ്തുവുമായിട്ട് അംഗീകരിക്കുന്നില്ല. അപ്പോസ്തലന്മാരുടെ പ്രസംഗം മുഴുവനായിരുന്നു. അപ്പോസ്തലന്മാര് റോമാ സാമ്രാജ്യത്തിലെ എല്ലാ പട്ടണങ്ങളിലും ചെന്ന് സിനഗോഗിൽ ചെന്ന്, ആദ്യ സിനഗോഗിലാണ് പോകുന്നത്, പള്ളി, യഹൂദന്മാരുടെ പള്ളി ചെന്ന് പ്രസംഗിച്ച് സ്ഥാപിക്കുന്ന ഇതാണ് എന്ത്? നസ്രായനായ യേശുവാണ് ക്രിസ്തു, കർത്താവ് എന്ന്. ആദ്യത്തെ പ്രസംഗം തന്നെ നമുക്ക് എടുത്താൽ മതി. നമ്മൾ എന്തിനാ എല്ലാവരും ആദ്യത്തെ പ്രസംഗം ആരാ പ്രസംഗിച്ചത്? പത്രോസിലെ പ്രസംഗിച്ച് 35 വാക്യങ്ങളും ഒന്ന് വായിച്ചു നോക്കി. അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ക്രൂശിച്ചവനായ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. അവരുടെ കാര്യം, കാതലായ കാര്യം. നിങ്ങൾ ക്രൂശിച്ച യേശു തന്നെയാണ് ആര്? കർത്താവും ക്രിസ്തു. കർത്താവും ക്രിസ്തുവായവനാണ് എന്ത് ചെയ്യുന്നത്? രക്ഷിക്കുന്നത്. അപ്പൊ യേശുവിനെ ആരായിട്ട് സ്വീകരിക്കണം? കർത്താവ്. നിങ്ങൾ പഴയ നിയമത്തിൽ അഡോണായിട്ട്, അത് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കൂറിയോസ് ആയിട്ട്, യാക്കോബായക്കാരൊക്കെ ചൊല്ലുന്നത് കേട്ടിട്ടില്ലേ? കൂറിയാലേസോ എന്ന് പറഞ്ഞ് ചൊല്ലുന്നത്, അത് പറഞ്ഞാൽ ലോർഡ്, കർത്താവ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ കർത്താവായിട്ട്, അഥവാ ഉടമസ്ഥനായി, മാസ്റ്ററായി, ലോർഡായി, കർത്തൃത്വം വഹിക്കുന്നവനായിട്ട് അംഗീകരിക്കുന്ന പഴയ നിയമത്തിലെ ആ അഡോണായാണ് ആര്? യേശു എന്ന് എന്ത് ചെയ്യണം? അംഗീകരിക്കണം. യഹൂദൻ അങ്ങനെ അംഗീകരിക്കണം. നമ്മളങ്ങനെ അംഗീകരിച്ച് എല്ലാവരും അങ്ങനെയാണ് അംഗീകരിക്കേണ്ടത്. അങ്ങനെ അംഗീകരിച്ചാൽ എന്തുണ്ടാവും? നീ രക്ഷിക്കപ്പെടും. ഹിന്ദിയില് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. यदि तो अपने मुंह से यीशु को प्रभु जानकर अंगीकार करे और परमेश्वर उसको मरे हुओं में से जिलाया करके मन में विश्वास, दिल से विश्वास करे, तो तू निश्चय उद्धार पाएगा. निश्चय എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് കൂടിയാണ്. നീ ഉറപ്പായിട്ട് രക്ഷിക്കപ്പെടും. രക്ഷയുടെ ഉറപ്പാണ്. യഹൂദന് ആ ഉറപ്പ് കൊടുക്കുകയാണ്. അടുത്ത വാക്യം പറയുന്നത്, ഹൃദയം കൊണ്ട് നീതിക്കാൻ വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി. ഇവിടെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട് കേട്ടോ, ഒരു പ്രശ്നമുണ്ട്. വിശ്വസിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യില്ല? രക്ഷിക്കപ്പെടില്ല. വിശ്വസിക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകില്ല. യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഞാൻ, അങ്ങനെ ചിന്തിക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകില്ല. ഒരു സംശയം വേണ്ട. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു, പള്ളി ഭ്രഷ്ടർ ആകാതിരിക്കേണ്ടതിന് പരീശന്മാർ നിമിത്തം ഏറ്റ് പറഞ്ഞില്ലതാൻ. അവരെന്ത് ചെയ്തു? വിശ്വസിച്ചു. എന്ത് ചെയ്യുന്നില്ല? ഏറ്റു പറഞ്ഞില്ല. പോയി, സംഗതി പോയി. ദൈവങ്ങളെ, നമ്മൾ ദൈവത്തെ എത്ര പ്രാവശ്യം സ്തുതിച്ചാലും പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. കാരണം ഈ ഒരു മർമ്മം ഗ്രഹിക്കാൻ നമുക്കെന്ത് കിട്ടി? വരം കിട്ടി. അതാ പറയും മക്കളും ചെയ്ത് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അതാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞത്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ദൂതന്മാരുടെ മധ്യത്തിൽ ഞാൻ ഏറ്റുപറയുന്നു പറയുന്നത്. മനുഷ്യരുടെ മുമ്പിൽ എന്ന് പറയുന്നത് ഞാൻ പോയി ഒരാളോട് സുവിശേഷം പറയുക. അപ്പൊ അത് എന്റെ മുമ്പിൽ ഏറ്റുപറയുന്ന കാര്യമാണോ? അത് ആണോ? അല്ല.
സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റു പറയുന്ന കാര്യമാണ്. യഹൂദന്മാരിൽ അനേക ആളുകൾ വിശ്വസിച്ചു, പക്ഷെ എന്ത് ചെയ്തില്ല? ഏറ്റു പറഞ്ഞില്ല. എന്തുകൊണ്ട്? പള്ളി ഭ്രഷ്ടരാകാതിരിക്കാൻ. ഞാൻ മംഗളനാമ സുവിശേഷം പറയാൻ പോയപ്പോൾ ആളുകൾ വിശ്വസിച്ചു, അവരേറ്റു പറഞ്ഞു. അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ച് പള്ളിയിൽ അറിഞ്ഞപ്പോൾ പള്ളിയിൽ അവിടെ നോട്ടീസ് ബോർഡിൽ അവരുടെ പേരെഴുതി, അവർ മഹറോ ചൊല്ലി. കേട്ടത് മഹറോ ചൊല്ലാന്ന് പറയും. പള്ളിയിൽ നിന്ന് പുറത്തതാക്കിയതായിട്ട് ഒരു പ്രസ്താവന നടത്തുക, ഭ്രഷ്ട് കൽപ്പിക്കുക, മഹറോ ചൊല്ലാന്ന് അതിന് പറയുന്നത്. നമുക്കറിയാം, നിങ്ങള് PS അച്യുതാനന്ദന്റെ കാലത്ത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ, ഒരുപക്ഷെ നമുക്ക് ഓൺലൈനിൽ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കും. ഹിസ്റ്ററിയിലെ ആദ്യത്തെ പാഠമാണ് നവോത്ഥാന കാലഘട്ടം. അത് ലോകത്തിന്റെ പ്രത്യേകിച്ച് യൂറോപ്പിന്റെ നവോത്ഥാന കാലഘട്ടത്തിലാണ് കത്തോലിക്ക മതത്തിന്റെ രാഷ്ട്രീയ അധികാരങ്ങൾ കുറയാനായിട്ട് തുടങ്ങിയത്. ലോകത്തിൽ എന്ത് വരാൻ തുടങ്ങി? ഈ നവോത്ഥാന കലയിലും സാംസ്കാരികമായിട്ട് പല നിലയിലൊക്കെ നവോത്ഥാനങ്ങൾ വന്ന് ജനകീയ വിപ്ലവങ്ങളിലേക്ക് വന്ന് ലോകത്തെമ്പാടും പ്രത്യേകിച്ച് യൂറോപ്പിൽ ജനാധിപത്യം വന്നു. അപ്പോൾ വത്തിക്കാന്റെ റോമിന്റെ പൊളിറ്റിക്കലായുള്ള അധികാരങ്ങൾ ഇല്ലാതെയായി. ആ ഇല്ലാതെയാകുന്നതിന് മുമ്പ് ലോകത്തിൽ പ്രത്യേകിച്ച് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളുടെ മേലും ഭരണാധികാരത്തിന്റെ മേലും റോമിനെന്തുണ്ടായിരുന്നു? സ്വാധീനവും അധികാരവും ഉണ്ടായിരുന്നു. ആ അധികാരം വെച്ച് ഏറ്റുപറയുന്നവരെ, അല്ലെങ്കിൽ കത്തോലിക്ക മതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എല്ലാവരുടെ മേലും ചാർത്തിയിരുന്ന, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഹരോഞ്ചില്ല എന്ന് പറയുന്നില്ലേ, അതുപോലെ ചെയ്തൊരു പരിപാടിയാണ് ഇൻക്വിസിഷൻ. കേട്ടിട്ടുണ്ടോ? ഇൻക്വിസിഷൻ മതപരമായ കുറ്റവിചാരണ നടത്തി തൂണിൽ കെട്ടിയിട്ട് തീ കൊടുക്കുകയോ, അല്ലെങ്കിൽ ഏത് നാവ് കൊണ്ടാണ് യേശു കർത്താവെന്ന് പറഞ്ഞ ആ നാവ് എഴുതെടുത്ത് അതിനെ കത്തിരിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യുന്ന പരിപാടി ഇൻക്വിസിഷൻ. 6 കോടി ദൈവമക്കൾ ആ നിലയില് കത്തോലിക്ക മതത്തിന്റെ ഇൻക്വിസിഷന് വിധേയമായി കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. ഞാൻ വായിച്ചിട്ടുള്ള കണക്കാണ്. അതിൽ പെടുന്നവരാണ് ജോൺ വിക്ലിഫ്, ജോൺ ഹസ്, വില്യം ടിൻഡെയിൽ. ഇനിയുണ്ട് ഒത്തിരി. ജോൺ ഹസിന്റെ ഒക്കെ മൂവി നമുക്ക് കാണാനായിട്ട് വരും. ജോൺ ഹസ് നമ്മളെ ത്രസിപ്പിക്കുന്ന ജീവചരിത്രമാണ് ജോൺ ഹസിന്റെ. വില്യം ടിൻഡെയിലും ഒക്കെ. വില്യം ടിൻഡെയിലൊക്കെ ഒടുവിൽ ഈ ബൈബിൾ വിവർത്തനം ചെയ്യാനായിട്ട് ശ്രമിച്ചതിന്റെ പേരിലാണ് ഇവരൊക്കെ കൊന്നത്. ഓക്കെ, സമയത്തിന്റെ അഭ്യാസവും മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ ഏറ്റു പറയണം, സൂത്രത്തിൽ എന്ത് ചെയ്യാൻ കഴിയില്ല. വിശ്വാസത്താലാണ് സൗജന്യമായിട്ടാണ് എന്ത് രക്ഷ. പക്ഷെ ഇത് ഈ വഴി അല്പം തിരക്കുള്ള ബസ്സിൽ വരുമ്പോൾ ഇടിച്ചു കയറില്ലേ. കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ മുതൽ ബലാത്കാരികൾ, വാക്യം കേട്ടിട്ടുണ്ടാവില്ലല്ലേ. യോഹന്നാൻ സ്നാപകൻ മുതൽ ബലാത്കാരികൾ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ, അവിടെ ബലാത്കാരം എന്നുള്ള വാക്കിനെ തെറ്റായിട്ട് എടുക്കരുത്. ഇത് വിശ്വസിച്ച് ഏറ്റു പറയാന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള, പങ്ക് പിടിച്ച് ഈ തിരക്കുള്ള ബസ്സിൽ ഇടിച്ചു കയറുന്ന പോലെയുള്ള പരിപാടിയാണ്. ഇതിക്കുള്ള വഴിയാണ്. രക്ഷ സംബന്ധിച്ച് അതിനുവേണ്ടി നീ ഒന്നും ചെയ്യണ്ട. പക്ഷെ രക്ഷിക്കപ്പെടാൻ ഒരു പക്ഷേ നിനക്ക് ബുദ്ധിമുട്ടുകൾ, രക്ഷിക്കപ്പെട്ട നിനക്ക് ഒരു പക്ഷേ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരും. അതാണ് കർത്താവ് പറഞ്ഞത്. അത് ഏറ്റു പറയണം മനുഷ്യനുണ്ട്. അങ്ങനെ ഏറ്റു പറയുമ്പോൾ നിന്റെ വീട്ടുകാർ തന്നെ നിന്റെ, ഞാൻ പറയുന്നതല്ല ഈ വാക്യമൊക്കെ, അവിടെ എഴുതിയിട്ടുണ്ട് മത്തായി 10 മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. അപ്പനെ മകനോടും ഭർത്താവ്, ഭാര്യ, മരുമകൾ, അങ്ങനെ സകലവുമായിട്ടൊന്നുണ്ടാവും. ഒരു ശത്രുത അല്ലെങ്കിൽ ഒരു പിളർപ്പുണ്ടാകും, ഒരു ഛേദനം ഉണ്ടാകും എന്നാണ്. നമുക്ക് മുന്നോട്ട് വായിക്കാം. 2 വാക്യം കൂടെ മുന്നോട്ട് പോട്ടെ. 11 വായിക്കുക. അവനെ വിശ്വസിക്കുന്നവൻ
ഒരുത്തനും രക്ഷിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ അരുളി ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്താലാണ് രക്ഷ. 4-ാം വാക്യവുമായിട്ട് ബന്ധിപ്പിച്ചാൽ വിശ്വാസത്താലാണ് രക്ഷ. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം എന്ത് കൊടുക്കാൻ തന്നെ BMW അല്ല, ഇവിടുത്തെ വിഷയം അതല്ല. ഈ വാക്യങ്ങളെ വാഴക്കുലയിൽ നിന്ന് പഴ ഒഴിഞ്ഞെടുത്തിട്ട് എടുക്കുന്നത് പോലെ ആളുകൾ അതിൽ നിന്ന് ഊരിയെടുത്തിട്ടാണ് കോണ്ടെക്സ്റ്റ് നിന്ന് മാറ്റിയാണ് ആളുകൾ പറയുന്നത്. അതാ ഇപ്പൊ ഈ വാക്യം വെച്ച് നമുക്ക് എന്ത് പറയാം? അതാ മഹാസമ്പന്നനാണ്, നിനക്ക് എത്ര വേണമെങ്കിലും തരാൻ അവൻ സമ്പന്നനാണ്. വിശ്വസിക്കണം. അടുത്ത വാക്യമാണല്ലോ വിശ്വസിക്കുന്ന അവൻ വിശ്വസിച്ചാൽ മതി എന്നാണെങ്കിൽ നമുക്ക് അതിനെ ഓട്ടാം. പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ല. വിഷയം എന്താണ്? വിശ്വസിക്കുന്നവർക്ക് രക്ഷ എത്ര അധികം കൊടുക്കാൻ കർത്താവിന്റെ കയ്യിൽ കൊണ്ട് അവൻ ആ രക്ഷ സമ്പൂർണമായി ഒരുക്കിയിരിക്കുന്നു. അതാണ് പറഞ്ഞത്. 13-ാം വാക്യം, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും. ഇവിടെ വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കർത്താവിന്റെ നാമം വരുന്നത് യേശു കർത്താവാണെന്ന് ഏറ്റു പറഞ്ഞ് സ്വീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. കോൾ അപ്പോൺ ദ ലോർഡ്. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്പെടുന്നല്ല, പിന്നെ രക്ഷിക്കപ്പെടാനുള്ള വിളിച്ചപേക്ഷയാണ് ഇവിടെ പറയുന്നത്. അത് എല്ലാ ദിവസവും വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥനയല്ല. രക്ഷിക്കപ്പെടുവാൻ, രക്ഷിക്കപ്പെടുന്ന എന്നും രക്ഷിക്കപ്പെടുവാണ്. ഒരിക്കലും എന്നേക്കുമായിട്ടാണ് രക്ഷിക്കപ്പെടുന്നത്. 14-ാം വാക്യം എന്നുണ്ടല്ലോ, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? 13 വരെയുള്ള വാക്യങ്ങൾ മതി. 13 വരെയുള്ള വാക്യങ്ങളാണ് അവർ ന്യായപ്രമാണത്തെ തെറ്റിദ്ധരിച്ചു എന്നുള്ള ഭാഗം. അപ്പൊ അവരെ നിരാകരിക്കാനുള്ള ഒന്നാമത്തെ കാരണം അവർക്ക് രക്ഷ ആവശ്യമുണ്ട് എന്ന് അവർ ചിന്തിച്ചില്ല. ഞങ്ങൾ പാപികളൊന്നുമല്ല. പാപികളായ ജാതികളാണ്. നമ്മൾ വിജയം പറയാനായിട്ട് ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എപ്പിസ്കോപ്പൽ സഭകളിലുള്ള ആളുകൾ സാധാരണ മുഖത്ത് നോക്കി ഈ എത്രയോ പ്രാവശ്യം പറഞ്ഞത് ഞാൻ എന്റെ ചെവികൾ കണ്ട് കേട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി വല്ല കേട്ടോ കേട്ടില്ലല്ലേ? നിങ്ങൾ പോയി വല്ല ജാതികളോട് പോയി പറയുമെന്ന് പറയും. അപ്പൊ ഇവിടുത്തെ അഭിനവ ക്രൈസ്തവർ ചിന്തിക്കുന്നത് അവരൊഴികെയുള്ള ഇവിടുത്തെ ഹൈന്ദവരും മുസ്ലിങ്ങളൊക്കെ ആരാ? ജാതികളും. അവരേതോ എന്താണ് അബ്രഹാമിന്റെ സന്തതിയുടെ യഹൂദന്മാരാണെന്നാണ്. വചനം പഠിക്കാത്തതുകൊണ്ട് പറ്റുന്ന അബദ്ധമാണ്. അപ്പോ അവിടെ പറയുന്നത് യഹൂദന്മാര് ചിന്തിക്കുന്നതാണ് ജാതികൾ പാപികളും ഞങ്ങളൊക്കെ നല്ലവരുമാണ്. അല്ല, നിങ്ങൾക്ക് എന്താവശ്യമുണ്ട്? അവർ രക്ഷിക്കപ്പെടണമെന്ന് ഞാൻ എൻ്റെ ഹൃദയവാഞ്ചയും ദൈവത്തോടുള്ള അപേക്ഷയും. അവര് രക്ഷിക്കപ്പെടണം. അവർ പാപികളാണെന്ന് അവർ ചിന്തിച്ചില്ല. അതാണ് നിരാകരിക്കാൻ കാരണം. മറ്റൊന്ന്, അവർ എരിവുള്ളവരാണ്, പക്ഷെ പരിജ്ഞാന പ്രകാരമല്ല. മറ്റൊന്ന്, ന്യായപ്രമാണത്തിന് അവസാനമായെന്ന് അവരെന്തില്ല തിരിച്ചറിയാതെ വീണ്ടും ന്യായപ്രമാണത്തെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. ക്രിസ്തു ന്യായപ്രമാണ അനുഷ്ഠാനത്തിന് വിരാമം കുറിച്ചു, സമാപ്തി കുറിച്ചു. ന്യായപ്രമാണം മുഴുവനായിട്ട് നിവർത്തിച്ചു. അത് വിശ്വസിച്ച് യേശുവിനെ നസ്രായനായ യേശുവിനെ കർത്താവായി ഏറ്റു പറയുന്നവർക്ക് എന്നേക്കുമായുള്ള പാപവിമോചനം, ആത്മരക്ഷ പ്രാപിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയ ആ വലിയ ഭാഗ്യം പറഞ്ഞു തീരാത്ത ദാനത്തെയോ നന്ദിയോടുകൂടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, നന്ദി പറയാം. ഈ ഒരു ചിന്തയോടുകൂടെ കർത്തൃ കടന്നു വന്ന് പ്രധാന ആരാധിപ്പാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നത്. പ്രധാന